കൗല കിച്ചൺ മാജിക് സീസൺ 3. കൗല കിച്ചൺ മാജിക് സീസൺ 3യിലേക്ക് സ്വാഗതം. ഇത് മറ്റൊരു റൗണ്ട്. ഓരോ റൗണ്ട്സും വ്യത്യസ്തമാക്കാനായിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. കാരണം ഇതൊരു മത്സരമാണ്. മത്സരം എന്ന് പറയുമ്പോൾ വ്യത്യസ്തത വളരെ പ്രധാനമാണ്. മാത്രമല്ല ഓരോ റൗണ്ട്സും വ്യത്യസ്തമായിരുന്നാൽ മത്സരാർത്ഥികൾക്കും അതൊരു ത്രില്ലാണ്. കാര്യം പരീക്ഷണങ്ങളാണല്ലോ മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതും ഒരു പരീക്ഷണമാണ്, അവരെ പരീക്ഷിക്കാനുള്ളൊരു മത്സരം. സാധാരണയായിട്ട് നമ്മളുടെ വീടുകളിൽ ഒരു വീട്ടമ്മയുടെ ഒരു കഴിവെന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലുള്ള വിഭവങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു പെട്ടെന്ന്, അതായത് നമുക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് പല കാര്യങ്ങളും ബാക്കി വരാറുണ്ട്. ബാക്കി വരുന്ന കാര്യങ്ങൾ നമ്മൾക്ക് വേസ്റ്റ് ചെയ്യുന്നത് കഷ്ടമല്ലേ? ഒരു പക്ഷേ ലോകത്ത് പല ഭാഗത്തും പട്ടിണി കിടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഫുഡ് വേസ്റ്റേജ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഫുഡ് വേസ്റ്റേജ് ഒഴിവാക്കുക എന്നുള്ളത് ഒരു വീട്ടമ്മയുടെ കഴിവ് തന്നെയാണ്. ഉണ്ടാക്കുന്നത് വളരെ കുറച്ച്, ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കിയാൽ ഏറ്റവും നല്ലത്. ഒരു പക്ഷേ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ബാക്കി വന്നാലോ? അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ടേ? അത് നിങ്ങളുടെ ഈ റൗണ്ടിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാണുക, ആസ്വദിക്കുക. വെൽക്കം ബാക്ക് ടു കൗല കിച്ചൺ മാജിക്. അപ്പോൾ നിങ്ങൾക്ക് മാത്രമായിട്ടൊരു റൗണ്ട്, 7 പേർക്ക് മാത്രമായിട്ട് എങ്ങനെ ഒരു റൗണ്ട് വന്നു? നിങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പെർഫോമൻസ് അത്രയും ശരിയായില്ല. അതുകൊണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞൊരു ടെസ്റ്റ് റൗണ്ടാണ്. നിങ്ങൾക്ക് ഒരു അവസരം കൂടി കിട്ടുകയാണ് ഫ്രീസറിലേക്ക് പോകുന്നതിന് മുമ്പ്. ഇതിൽ മോശമായാൽ ഫ്രീസറിലേക്ക് പോകും. സോ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുക. This is the entry to freezer. ശ്രദ്ധിക്കുക. എക്സാക്ട്ലി. അപ്പോൾ ഈ കുറേ പാത്രങ്ങൾ നിരന്നിരിക്കുന്ന കണ്ടു. അപ്പോൾ തന്നെ ടെൻഷനായി അല്ലേ? നിങ്ങൾക്ക് പാത്രങ്ങൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ പേടിയാണ്. പാത്രങ്ങൾ കാണുമ്പോഴേ ടെൻഷനാണ്. എന്ത് ചെയ്യും? ഒന്നുമില്ല. നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുന്ന കാര്യം, നിങ്ങളുടെ മാത്രമല്ല നമ്മുടെ എല്ലാ വീടുകളിലും സംഭവിക്കുന്ന കാര്യം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ബാക്കി വരാറുണ്ട്, ചിലപ്പോൾ ലഞ്ച് ഐറ്റംസ് ബാക്കി വരും, എങ്ങനെ പല പല കാര്യങ്ങൾ ബാക്കി വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എടുത്ത് കളയും. ചിലപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഉപയോഗിക്കാൻ പറ്റും. ചില കാര്യങ്ങൾ അങ്ങനെ ഉപയോഗിച്ചാലും വലിയ ഭംഗി ഉണ്ടാവില്ല. അന്ന് തന്നെ വേറെ രീതിയിൽ റീക്രിയേറ്റ് ചെയ്യാം. ഒരു പക്ഷേ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം അത് റീസൈക്കിൾ ചെയ്ത് വേറൊരു ഫോമിലാക്കി കൊടുത്താൽ അത് എല്ലാവരും കഴിക്കും അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ കളയാണ്ട് സാധനങ്ങൾ എങ്ങനെ ഒരു വീട്ടമ്മ സൂക്ഷിക്കും, എങ്ങനെ അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കും എന്നുള്ളതാണ് ഇതിലെ ടെസ്റ്റ്. ശരി, നമുക്ക് ഒരറ്റത്തുനിന്ന് തുറക്കാം. ഇടിയപ്പം, നമ്മുടെ പ്രാതൽ ഐറ്റംസ് ആണ് ഇതെല്ലാം തന്നെ. പിന്നെ ഇഡ്ഡലി, അപ്പോൾ ഇതിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ 1, 2, 3, 4, 5 ഐറ്റം ഉണ്ട്. അഞ്ചെണ്ണം ചെയ്യണമെന്നില്ല. 3 ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 ഐറ്റം ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അതിൽ നിന്നും വ്യത്യസ്തമായ എത്ര വിഭവങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുള്ള സാധനങ്ങളുണ്ട്, എന്ത് വേണമെങ്കിലും എടുക്കാം. ഇതിനോടൊപ്പം ചേർക്കാൻ കുറച്ചുകൂടെ ക്ലിയർ ആകും. ഇപ്പോൾ 5 ഐറ്റം, ഇപ്പോൾ ഓരോരുത്തരും പൂരി കൊണ്ടും ദോശ കൊണ്ട്, പുട്ട് കൊണ്ട്, ഇഡ്ഡലി കൊണ്ട്, ഇടിയപ്പം കൊണ്ട് ഒക്കെ ഉണ്ടാക്കണമെന്നില്ല. ഇതിൽ ഏതെങ്കിലും 3 എടുക്കുക. ഓരോരുത്തരും സെലക്ട് ചെയ്യാം. യു ക്യാൻ സെലക്ട് ഓപ്ഷൻസ് എനി 3, ഏതെങ്കിലും 3 എടുക്കുക. ആ 3 എടുക്കുന്ന 3 കൊണ്ട് ഇഡ്ഡലി അല്ലാണ്ടല്ലേ പിന്നെ കഴിക്കുന്നത്, പുട്ട് ആയിട്ടല്ല കഴിക്കുന്നത്, വ്യത്യസ്തമായിട്ടാണ്. എന്തൊക്കെ വിഭവങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും ക്രിയേറ്റ് ചെയ്യാം. റീക്രിയേഷനാണ് ഇത്. ഇതാണൊരു സാധനം. ഇത് നിങ്ങളുടെ കയ്യിൽ വീട്ടിലുണ്ട്. നിങ്ങളുടെ വീട്ടിൽ കുറച്ച് ഇഡ്ഡലി ബാക്കിയുണ്ട്, നിങ്ങൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇഡ്ഡലി ആയിട്ട് കഴിക്കാൻ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ വീട്ടിലെ മറ്റംഗങ്ങൾക്ക് ഇഷ്ടമില്ല. വീട്ടിൽ വേറെയും കുറേ പച്ചക്കറികളുണ്ട്, അല്ലെങ്കിൽ കുറേ പ്രൊവിഷൻസ് ഉണ്ട്, വേറെ കുറേ കാര്യങ്ങളുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് അതിൽ എന്ത് മാറ്റങ്ങളോടുകൂടി ഇതിനെ വേറൊരു ഐറ്റമാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ ചെയ്യും. ഇതിനെ റീക്രിയേറ്റ് ചെയ്യാം. റീക്രിയേഷൻ ഓഫ് 3 ഡിഷസ്. 3 മീൻസ് 3 മെയിൻ ഐറ്റംസ്.
നമ്മളുടെ വളരെ വ്യത്യസ്തമായ ഈ ഒരു റൗണ്ടും ഏതാണ്ട് അവസാനിച്ചു എന്ന് പറയാം. കാര്യം നമ്മളുടെ മത്സരാർത്ഥികളെല്ലാം തന്നെ ലെഫ്റ്റ് ഓവർ വിഭവങ്ങൾ കൊണ്ട്, ബാക്കി വന്ന കാര്യങ്ങൾ കൊണ്ട് വ്യത്യസ്തമായ വളരെ രുചികരമായ ഒരു പുതിയ ഐറ്റംസ് ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലേ? ഇഡ്ഡലി, ഇടിയപ്പം, പൂരി, ദോശ എല്ലാം അല്ലേ, പുട്ട്, അങ്ങനെ മാറി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഓരോരുത്തരായിട്ട് വിളിക്കാം, എന്നിട്ട് അവരുടെ കാര്യങ്ങൾ കാണാം. ഇനി നമുക്ക് സെലീനെ വിളിക്കാം. സെലീന വരും. ദോശ, പൂരി, നമ്മളെ ഇടിയപ്പം, 3 ഐറ്റംസാണ് ഞാൻ സെലക്ട് ചെയ്തത്. അത് മൂന്നും വെച്ചിട്ട് ഞാൻ 3 ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി എന്താ മാഡം പറയുന്നതെന്ന് നോക്കാം. ഓക്കെ സെലീന, 3 ഐറ്റം വന്നിട്ടുണ്ട് ഇവിടെ. ഒന്ന് ദോശ, ഒന്ന് ഇടിയപ്പം കൊണ്ടുള്ള കാര്യം, പിന്നെ മാം ബാക്കി വന്ന സാധനം വലിയ ആൾക്കാർ മാത്രം അല്ല, കുട്ടികൾക്ക് മാത്രമല്ലല്ലോ, വലിയ ആൾക്കാർ തിന്നിട്ട് വെച്ചിട്ട് ചപ്പാത്തി വെച്ചിട്ടൊരു പൂരി വെച്ചിട്ട് തൊട്ടുകറി. അപ്പൊ ഇത് ചോറിനോട് കഴിക്കാൻ വേണമെങ്കിൽ കഴിക്കാം. ഓക്കെ, പപ്പടക്കറിയൊക്കെ പോലെ. ശരി, ഇത് പെട്ടെന്നാണ് ഓർമ്മ. ഇതിപ്പോ മുട്ട എന്താണ്, ദോശ വിത്ത് എഗ് ഫില്ലിംഗ്. അതിൻ്റെ അകത്ത് നമ്മളെ ബുൾസൈ അതുകൊണ്ടോ? ബുൾസൈൻ്റെ അകത്തുണ്ട്. ഓംലെറ്റ് ഹെൽത്തി, കുട്ടികൾക്ക് ഹെൽത്തിയാണ്. അയ്യോ എൻ്റെ അമ്മേ, നമുക്ക് നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടിയപ്പം, ഫ്രൈഡ് റൈസ് ആണ്. ഇടിയപ്പം ഫ്രൈഡ് റൈസ്, എഗ് ഫ്രൈഡ് റൈസ് ആണ് അല്ലേ? എഗ് വിത്ത് ആപ്പിൾ ഫ്രൈഡ് റൈസ്. ആപ്പിൾ, ഓക്കെ, എഗ് ആൻഡ് ആപ്പിൾ ഇടിയപ്പം ഫ്രൈഡ് റൈസ്. എന്തായാലും സെലീന 3 കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നൊരു ഫ്രൈഡ് റൈസ് ആണ്, ഇടിയപ്പം ആൻഡ് ആപ്പിൾ ആൻഡ് എഗ് ഫ്രൈഡ് റൈസ്. പൂരി വെച്ചിട്ട് ഒരു സൈഡ് ഡിഷാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, തൊടുകറി, ഒരു സ്പൈസി അല്ല, എരിവുള്ളത്. പിന്നെ വന്നിരിക്കുന്നത് ദോശ വിത്ത് എഗ് ഫില്ലിംഗ്. എന്തായാലും രസകരമാണ്. ഇതെല്ലാം ഇങ്ങനെ വ്യത്യസ്തമായി നമുക്ക് കാണാൻ കിട്ടുന്ന ആ ഒരു കാഴ്ച, അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നമ്മൾ ബുദ്ധിമുട്ടിയാലും പ്രേക്ഷകർക്ക് സന്തോഷമാവട്ടെ. ലെഫ്റ്റ് ഓവർ സാധനങ്ങൾ നമ്മൾ ദോശ ഉണ്ടാക്കി കഷ്ടം, നമുക്ക് രാവിലെ ദോശ ഉണ്ടാക്കുന്ന ദോശ വെച്ചല്ലേ ചെയ്യുന്നത്. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി പ്രേക്ഷകർക്ക് സന്തോഷം തന്നെയാണെന്നില്ല. എന്നാൽ നമുക്കൊന്ന് കണ്ടു നോക്കാം സെലീന എങ്ങനെയാണ് ഈ 3 വിഭവങ്ങളും തയ്യാറാക്കിയത്. ഇന്നിപ്പോൾ ഒരു പ്രത്യേകതരം ഡിഷാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി തന്നത്. നമ്മളെ വീട്ടിൽ ബാക്കി വരുന്ന സാധനം കൊണ്ട് എന്ത് ചെയ്യാം, അതൊരു നല്ല ഐഡിയ തന്നെയാണെന്ന് എനിക്കും തോന്നിയത്. എല്ലാവരും വീട്ടിൽ വരുന്ന സാധനം കൊണ്ട് എന്ത് ചെയ്യുന്നുള്ള ആ സങ്കല്പം മാമിൻ്റെ നല്ലതാണെന്ന് തോന്നി. അരമണിക്കൂറിനുള്ളിൽ 3 ഐറ്റംസ് തിരഞ്ഞെടുത്തിട്ട് 3 ഡിഷ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അതിലിപ്പം ഞാൻ സെലക്ട് ചെയ്തത് ദോശ, നമ്മളെ ഇടിയപ്പം, ചപ്പാത്തി. അപ്പം നമുക്ക് ബാക്കിയുള്ള പണിയിലേക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തി കൊണ്ടൊരു തൊട്ടുകറിയാണ്. അതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് നോക്കാം. ആദ്യം ചപ്പാത്തി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇത് തൊട്ടുകറിക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ ഇവിടെ വെണ്ടക്ക, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട്, കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അതിനുശേഷം നമുക്ക് കടുക് താളിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് കുറച്ചുകൂടെ ഒന്ന് വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് വെക്കാം. അതിനടുത്ത് ചപ്പാത്തി ഒന്നുകൂടെ കട്ട് ചെയ്തിട്ട് നമുക്ക് താളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതിലേക്ക് വേണ്ട പുളി പിഴിഞ്ഞെടുക്കാം. തൊട്ടുകൂട്ടാനിൽ കുറച്ച് പുളി വേണമല്ലോ, അതുകൊണ്ട് നമുക്ക് ഈ പുളി ഒന്ന് പിഴിഞ്ഞെടുക്കാം. കൂടുതലായിട്ടൊന്നും പുളി എടുക്കുന്നില്ല, അതൊരു ചെറിയ പീസ് എടുക്കുന്നുള്ളൂ. അത് നമുക്കൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഏതായാലും ഇതൊന്ന് നല്ലോണം ആടിയിട്ട് ചെയ്താൽ മതി. ാൻ വേണ്ടിയിട്ട് കുറച്ച് സോൾട്ട് ഇടുന്നുണ്ട്. പച്ചമുളക് നമുക്ക് മുറിച്ചിടാം.
ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് ഉലുവ, ഇതിലേക്ക് നമുക്ക് നമ്മളെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി വെച്ച് കൂടുതൽ ഐഡിയാസ് വരാൻ സാധ്യത കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഐഡിയാസ്. നല്ലൊരു സ്മെല്ല് വരുന്നത്. നല്ല വെണ്ടയ്ക്കും ഒക്കെ വെച്ചിട്ട് എന്താണ് ദോശ വെണ്ടക്ക ചപ്പാത്തി വെച്ചിട്ട് തൊട്ടുകറി ഉണ്ട്. ചപ്പാത്തി ഇല്ലല്ലോ ഇവിടെ പൂരി അല്ല പൂരി വെച്ചിട്ട് ഒരു തൊട്ടുകറി. പൂരി വെച്ചിട്ട് പൂരി അതിനകത്ത് ഇടും. ഓക്കെ. പിന്നെ ദോശ മുട്ട കൊണ്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടിയപ്പം ഒരു തോരൻ പോലെ ആക്കാൻ. ഇടിയപ്പത്തോരൻ അത് ഇതിൻ്റെ കൂടെ കഴിക്കും. ചപ്പാത്തിയുടെ കൂടെ ഇടിയപ്പത്തോരൻ അല്ല, സോറി, തോരനല്ല, ഉപ്പേരി. ഉപ്പേരി ഏകദേശം 1 രൂപ. അത് സൈഡ് ഡിഷ് ആയിട്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഏതെങ്കിലും കാര്യത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ അല്ല. കംപ്ലീറ്റ് കൺഫ്യൂസ് ആയി. ആലോചിക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്യും. ഉണ്ടാക്കിയ കറി നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡിഷിലേക്ക് നമുക്ക് ഈ ചപ്പാത്തി ഈ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ഡിഷിലേക്കുള്ള കാര്യം നോക്കാം. നമ്മൾ ഈ ദോശ വെച്ചിട്ടാണ് അടുത്തൊരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. അത് എൻ്റെ ഒരു കൺസെപ്റ്റിൽ അകത്ത് ബുൾസൈ പോലെ ചെയ്തിട്ട് പുറത്ത് മുട്ടയും വലിയുള്ളിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കും. അത് നമുക്ക് അതിലേക്കുള്ളൊരു പണി നോക്കാം. കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എഗ്ഗ് ഇതിലേക്ക് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും പൊടി, ഈ ബുൾസൈ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തായിട്ട് ഞാൻ എഗ്ഗ് പൊട്ടിച്ചിട്ട് ഒരു വലിയ ഉള്ളി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഞാൻ കോഴിമുട്ട പൊരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം പോകുന്നത്. ശേഷം ഈ ഉള്ളി ഇതിലേക്ക് ഇടുക. ഈ മുട്ട ഇത് കുറച്ച് ഉപ്പും പൊടിയും കൂടെ ആഡ് ചെയ്യുക. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഈ ദോശ ഇതിലേക്കൊന്നിട്ട് ചൂടാക്കിയെടുക്കും. ശേഷം ഇത് ചൂടായി 2 ഭാഗം നമുക്കൊന്ന് അരമണിക്കൂറായതുകൊണ്ട് ഭയങ്കര ടെൻഷനിലാണ്. 3 ഡിഷ് ഉണ്ടാക്കാനും മാഡം പറഞ്ഞിട്ടുണ്ട്.
നല്ലൊരു ഓപ്ഷനാണ്. എന്നാലും ഒരു ടെൻഷൻ ഉണ്ട് ഇത് എങ്ങനെ ചെയ്യും എന്നുള്ളത്. അതുകൊണ്ട് ഈ ദോശൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിരിക്കുന്ന ബുൾസൈ ഇതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം ഒരു ദോശ അതിൻ്റെ മുകളിലായിട്ട് വെക്കും. ഇതിൻ്റെ മുകളിലേക്ക് ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇതാ ഇതൊന്ന് നമുക്ക് മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം ബാക്കി വന്ന നമ്മളെ എഗ്ഗിൻ്റെ ബാക്കി ഭാഗം കൂടെ ഇതിൽ ആഡ് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ചുകൂടെ പെപ്പർ പൗഡർ, ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ അപ്പുറത്തെ ഭാഗം ഒന്ന് നമുക്ക് മറിച്ചിട്ടിട്ട് ഇതൊന്ന് അപ്പുറത്തെ ഭാഗം വെന്തതിന് ശേഷം ഒന്ന് നമുക്ക് മറിച്ചിടാം. ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഡിഷാണ്. അടുത്തത് നൂൽപുട്ടാണുള്ളത്. അത് നമുക്ക് കുട്ടികൾക്ക് മധുരമാണല്ലോ കൂടുതൽ ഇഷ്ടം. അതൊരു മധുര ഐറ്റം ആക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചാൽ ഇടിയപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പിച്ചിടാം. ഇതിൻ്റെ പേരെന്താന്ന് വെച്ചാൽ ദോശ എഗ് മിക്സ് എന്നാണ് ഇതിൻ്റെ പേര്. എഗ് പത്തിരി എന്നായിട്ട് പറയാം. കാരണം 2 ദോശ പത്തിരി, 2 എഗ്ഗും എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നല്ലൊരു കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഫുഡായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് നമ്മളെ സെർവിങ് ബോൾ നമ്മൾ ഇടിയപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊടിച്ചിടാം. കുറച്ച് നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പിച്ചി വെച്ചിട്ടുള്ള ഈ ഇടിയപ്പം ഒന്ന് വെല്ലടിക്കുമ്പോൾ ആകെ ടെൻഷനാണ്, എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ആദി. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വേണം. എല്ലാ റൗണ്ടിലേക്ക് തേങ്ങ ചേരണ്ടാനൊരു വിധിയുണ്ട്. ഏതായാലും ഞാൻ തേങ്ങ ചേർന്നിട്ട്. എൻ്റെ വീട്ടിൽ തേങ്ങ ചേരേണ്ടതെന്ന് ഞാനല്ല, എൻ്റെ ഉമ്മാണ്. അപ്പം ഉമ്മ എന്തോ ശപിച്ചിട്ടാണോ എന്നറിയില്ല, എനിക്ക് എല്ലാ റൗണ്ടിലും തേങ്ങ ചേരേണ്ടതെന്ന് എന്തോ ഒരു ശാപം കിട്ടിയതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും തേങ്ങ ചേരണ്ടിയിട്ട് ഇതിലേക്ക് ആഡ്. നമ്മളിതാ രണ്ട് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ മൂന്നാമത്താണ്. 15 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എഗ്ഗ് ഇതിലേക്ക് കട്ട് ചെയ്തിടാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതും ഇതും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇത് മുട്ടപ്പത്തി, മുട്ടദോശപ്പത്തി പേരിടാനാ വേണം ബുദ്ധിമുട്ട്. കുട്ടികൾക്ക് പേരിടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇങ്ങനെ ഉണ്ടാക്കുന്ന ഐറ്റംസിന് പേരിടാനാ ബുദ്ധിമുട്ട്. അത് ദോശയാണ്. അല്ല അത് നമ്മൾ എല്ലാം തൊട്ടുകൂട്ടാൻ ചപ്പാത്തിയും വെണ്ടക്ക, പൂരി, ദോശ, അപ്പം, ഇടിയപ്പം. കുറച്ച് ഹണി ചേർത്ത് വെക്കാം. കുട്ടികളൊക്കെ മധുരം ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് കുറച്ച് മധുരം ഇട്ടിട്ട്
ഫുഡാണല്ലോ ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. അതിൻ്റെ കൂടെ കുറച്ചുകൂടെ ഹെൽത്തി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ആപ്പിളിൻ്റെ പകുതി ഇതിലേക്ക് മുറിച്ച് ആഡ് ചെയ്യും. നമ്മൾ ഈ ആപ്പിൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഇതിപ്പം കണ്ടാൽ ചില ആൾക്കാർ വിചാരിക്കുന്നത് എഗ് ഫ്രൈഡ് റൈസ് ആണെന്നാണ് തോന്നുക. ഏകദേശം എനിക്ക് തോന്നുന്നുണ്ട് അതിൻ്റെ ഒരു മോഡലാണെന്ന്. എന്തായാലും ഈ ബാക്കി വന്ന നമ്മളെ ഇടിയപ്പം കൊണ്ട് ഇങ്ങനെ ഒരു ഫലം ഉണ്ടാവുമെന്ന് കുഴപ്പമില്ല, നന്നായി തോന്നുന്നുണ്ട്. ഏതായാലും നമുക്ക് ഈ ആപ്പിൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചുള്ള ആപ്പിള് ഈ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇടിയപ്പം ഒരു സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം ഈ ആപ്പിൾ ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് സൈഡിലിട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വാട്ടിയെടുത്ത് അങ്ങനെ ആപ്പിൾ വാട്ടിയതിന് ശേഷം നമ്മൾ ഈ സൈഡിലേക്ക് വെച്ചിട്ടുള്ള നമ്മളെ ഇടിയപ്പത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ആഡ്. മൂന്നാമത്തെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ബാക്കി സെർവ് ചെയ്യാനുള്ള കാര്യത്തിലേക്ക് നോക്കാം. അതിനുവേണ്ടി ഇനി അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് അടുത്ത ഡിഷ് നമ്മുടെ കറിക്കൊക്കെ തൊട്ട് കൂട്ടാൻ പറ്റിയൊരു കറിയാണ്. ചപ്പാത്തി കൊണ്ട് തൊട്ട് കറിയാണ് ഞാൻ ഉണ്ടാക്കിയത്. അത് നമുക്ക് സെർവ് ചെയ്യുന്ന ബൗളിലേക്ക്. നമ്മൾ ഉണ്ടാക്കി വെച്ചുള്ള തൊട്ടുകൂട്ടാൻ ഇതിലേക്ക് സെർവ് ചെയ്യാം. ഫ്രൈഡ് റൈസ് ഇതിലേക്ക് മാറ്റാം. നമ്മളെ തൊട്ടുകൂട്ടാൻ എരിവുള്ള തൊട്ടുകൂട്ടാൻ ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഈ ഫ്രൈഡ് റൈസ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പിൾ കട്ട് ചെയ്തു. ഇതിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഹണി ഒഴിക്കുക. ഇതിൻ്റെ 3 ഡിഷ് റെഡി ആയിട്ടുണ്ട്. ആദ്യത്തേത് ഒരു എരിവുള്ള ഡിഷാണ്, തൊട്ടുകറി. ചപ്പാത്തി കൊണ്ടാണ് ഉണ്ടാക്കിയത്. അത് മുതിർന്ന ആൾക്കാർക്കും ഇപ്പം ചെറിയ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണല്ലോ എരിവുള്ളത്. അതുകൊണ്ടൊരു നമ്മളെ ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അച്ചാറ് പോലെ അല്ലെങ്കിൽ തൊട്ടുകറി പോലെയൊക്കെ കൂട്ടാൻ പറ്റും. പിന്നെ അടുത്തത് ഒരു ഇടിയപ്പം വെച്ചിട്ട് ഒരു എഗ് ഫ്രൈഡ് റൈസാണ്. അതിൽ ഞാൻ ആപ്പിളും ആഡ് ചെയ്തിട്ടുണ്ട്, ഹണി, എഗ് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നല്ലൊരു ഹെൽത്തി ഫുഡാണ് കുട്ടികൾക്ക്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഇത് ഇടിയപ്പം വിത്ത് എഗ് ഫില്ലിംഗ് ആണ്. ഇത് ഏത് പ്രായക്കാർക്കും കഴിക്കാം. കുട്ടികൾക്ക് കുരുമുളക് ബുൾസൈ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എഗ്ഗ് പുറത്തും അകത്തൊക്കെ ഒഴിച്ച് നല്ലൊരു. ഇനി മാഡം വിളിക്കുമ്പോൾ സെർവ് ചെയ്യാൻ വേണ്ടി നമുക്ക് പോവാം. ഇത് ഇവിടെ നിൽക്കട്ടെ. ഓക്കെ, കണ്ടു. ഇനി നമ്മൾ ടേസ്റ്റിംഗ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, എളുപ്പത്തിൽ കഴിക്കാൻ. ഞാൻ കഴിച്ചോട്ടെ, എനിക്ക് കുഴപ്പമൊന്നും. നമ്മൾ സാധാരണ തട്ടുകടയിൽ
തട്ടുദോശയും ഓംലെറ്റും കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ രസകരമായി രാവിലത്തെ ദോശയാണ്. അതൊരു വൈകുന്നേരം ആകുമ്പോൾ ഈ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ തട്ടുകടയിൽ പോയി ദോശയും ഓംലെറ്റും കഴിക്കണ്ട. വീട്ടിൽ അമ്മ ഭാര്യ തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്ത് തരും. അല്ലേ, നന്നായിട്ടുണ്ട് ഫീലിങ്. ഭർത്താവിന് കൊടുക്കൂല. ഭർത്താവിന് പറ്റില്ല, കൊടുക്കില്ല. പിന്നെ ആര് കൊടുക്കും? കുട്ടികൾക്ക് കൊടുക്കും. ഞാനും കഴിക്കും. ഭർത്താവിന് കൊടുക്കില്ല. കൊളസ്ട്രോൾ എന്താ കൊളസ്ട്രോൾ വരുന്നത് മേടിച്ചിട്ട്. ഓക്കെ ഓക്കെ. അപ്പം അത്ര സ്നേഹമാണ്. ഓക്കെ, ഇനി നമ്മൾ ആ തൊട്ടുകറിയിലേക്ക് പോകാം. കാണുമ്പോൾ തൊട്ടുകറി എന്ന് പറയുമ്പോൾ പപ്പടക്കറി എന്നൊക്കെ പറയില്ല, നല്ലൊരു തൊട്ടുകറി പോലെ. കുഴപ്പമില്ല, ആവറേജ് ഡിഷ്, കുഴപ്പമില്ല. നമ്മുടെ ഫ്രൈഡ് റൈസ് പോലെ സ്വീറ്റ് ഫ്രൈഡ് റൈസ്, അതിൽ മുട്ടയും കരക്കല്ല. ഓക്കെ സെലീന, അറ്റംപ്റ്റ് കൊള്ളാം. എന്തായാലും വെറൈറ്റി ഡിഷസ്. ഓക്കെ, ഏതായാലും ഞാൻ 3 ഡിഷ് ഉണ്ടാക്കി കൊടുത്തത്. അതിൽ ഏറ്റവും മാമിന് ഇഷ്ടമായത് ദോശ ഓംലേറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കിയ ആ ഒരു ഡിഷാണ്. അതിന് വളരെ നല്ല അഭിപ്രായം. കാരണം നമ്മളിപ്പോൾ ബാക്കി വന്ന ദോശ കൊണ്ട് വൈകുന്നേരം തട്ടുദോശയും ഓംലേറ്റും കഴിക്കുന്ന ഒരു ഫീൽ വന്നിട്ടുണ്ട്. വളരെ നല്ല അഭിപ്രായം പറയാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇനി നമുക്ക് ആരോമലിനെ വിളിക്കാം. ആരോമൽ വരും. അരമണിക്കൂർ സമയം വെച്ചിട്ട് ഞാനൊരു 3 വെറൈറ്റി ഡിഷസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല, ജഡ്ജ്മെൻറ്റിന് ശേഷം അറിയാം അത് സക്സസ് ആയില്ല. ഓക്കെ ആരോമൽ, 3 വിഭവങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞൊരു? പുട്ട് കൊണ്ടൊരു, അതിന്റെ പേര് ഇതുവരെ ഇട്ടിട്ടില്ല. പേരില്ലാത്ത വിഭവം. എന്തായാലും സ്വീറ്റ് ആണ്, മധുരമാണ്. ശരി. പിന്നെ മേളിൽ എന്താ പൊടിച്ചിട്ടിരിക്കുന്നത്? അത് നട്ട്സ് ഗ്രേറ്റ് ചെയ്തു. ഓക്കെ, ഇതിപ്പോ അത് പൂരിയാണ്. ഇഡ്ഡലിയാണോ? പൂരി കൊണ്ട് എന്ത് ചെയ്തു? അത് ക്രഷ് ചെയ്തിട്ട്. എന്താ ഇത്? വാട്ട് ഈസ് ദിസ്? അതിനും പേരില്ല. അതിന് ക്രഷ്ഡ് പൂരി, പെപ്പർ പൂരി നമ്മൾ തന്നെ പേരിടാം. കണ്ടിട്ടൊരു പെപ്പർ ലുക്ക്. ഇത് ഇടിയപ്പം മസാല. ഇടിയപ്പം മസാല. ഇങ്ങനെ 3 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ശരിക്കും ആരോമലിനൊന്നും അറിയില്ല അത് ആ ഐറ്റത്തിൻ്റെ പേരെന്താണെന്ന്. പക്ഷേ സംഗതി എന്തായാലും ഒപ്പിച്ചിട്ടുണ്ട്. ഇടിയപ്പം മസാല, പിന്നെന്താ പൂരി, ക്രഷ്ഡ് പൂരി, പെപ്പർ സംതിങ്. സംശയം മാറിപ്പോയതാണോ എല്ലാം കൂടെ പറഞ്ഞപ്പോൾ. പിന്നെ ഇതൊരു പുട്ട്, ഒരു എന്താ പറയുക, ഒരു സ്വീറ്റായിട്ടങ്ങ് മാറി കുഴഞ്ഞ പാകത്തിന്. എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം ആരോമൽ എന്തൊക്കെ ഈ ഒരു 3 ഐറ്റംസ് എങ്ങനെയൊക്കെയാണത് റെഡിയാക്കി എടുത്തത്. ഹായ്, ഇതിൻ്റെ പുതിയ റൗണ്ടാണ്. ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പുട്ട്, ഇടിയപ്പം, പൂരി ഇത് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഡിഫറെൻ്റായിട്ട് ഒരു 3 ഐറ്റം പ്രിപ്പയർ ചെയ്യാനാണ് മാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് പുട്ട് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറയാം എങ്ങനെ ഉണ്ടാക്കുന്നത്. ആദ്യം സ്റ്റൗ കത്തിക്കും. പാലൊന്നും തിളക്കട്ടെ. അപ്പോഴത്തെ നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കാം. ഈ തക്കാളിയും സവാളയും ഒന്ന് കട്ട് ചെയ്ത് അരിഞ്ഞെടുക്കാം. തിളച്ച പാലിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കും. ആരോമൽ, എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത്? ഞാൻ പുട്ടും പൂരി ഇടിയപ്പം. എന്തൊക്കെ ചെയ്യാൻ പോകുന്നത്? എനിക്ക് 3ൻ്റെയും പേരറിയത്തില്ല. എന്താ ഉണ്ടാക്കാൻ ഐഡിയാസ് എന്തൊക്കെയാണ്?
പുട്ടുകൊണ്ട് എന്താ ചെയ്യാൻ പ്ലാൻ അത് കുറച്ച് സ്വീറ്റ് മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് പാലിൽ. സ്വീറ്റ് ഉണ്ടാക്കാമോ? ശരി. പിന്നെ ഇത് മസാല പോലെ ചെയ്യാം. ഉണ്ടാക്കാമോ? പിന്നെ ഇത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ചെയ്ത് വരുമ്പം ആണോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഇനി പാനിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പറഞ്ഞാൽ ഇടിയപ്പം വെച്ചിട്ടൊരു ഡിഷാണ്. അപ്പം നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചോപ്പ് ചെയ്തതും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പുട്ടിൻ്റെ എന്താണെന്ന് നോക്കാം. പുട്ടിൻ്റെ ഞാൻ പാല് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പുട്ട് ചേർക്കാം. നന്നായിട്ട് കൈകൊണ്ട് പൊടിച്ചായിടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള, തക്കാളി, പച്ചമുളക് ചേർക്കാം. ഈ സവാള പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കും. പൂരി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം മിക്സിയിലിട്ട്. ഇപ്പോൾ ഇതെന്താ ഉണ്ടാക്കാമെന്ന് എനിക്കറിയത്തില്ല. ജസ്റ്റ് ഒരു ഐഡിയയിലങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ഏലക്ക ഒന്ന് പൊടിച്ച് ചേർക്കാം ഈ പുട്ടിലോട്ട്. ഇതിന് കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കാം. ഒരു എണ്ണയുടെ കുറവുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബദാമും ഏലക്കപ്പൊടിയും ചേർക്കാം. കുറച്ച് ബദാം ഇട്ടു, കുറച്ച് ഏലക്കപ്പൊടി. ഞാൻ 2-3 ഏലക്കയുടെ തൊലിയും ഇട്ടിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടി. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം നെയ്യ് ഒഴിച്ചു. നെയ്യ് ഒഴിച്ചതിലേക്ക് നെയ്യ് ചൂടായി വന്ന് കഴിയുമ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ചേർത്തു.
പിന്നെ അതൊന്ന് മൂത്ത് കഴിയുമ്പം സവാള, തക്കാളി, പച്ചമുളക് ചേർത്തു. അത് നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഇടിയപ്പം ചേർക്കാം. ഇടിയപ്പം ഒന്ന് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. ഞാൻ പുട്ട് വെച്ചിട്ടൊരു സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റം ചെയ്തത്. ഇതിൻ്റെ പേരൊന്നും ഇട്ടിട്ടില്ല. ഇനി പേര് കണ്ടുപിടിക്കണം എന്താ വേണ്ടതെന്ന്. ഇതിലേക്ക് ഇനി കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്, കുറച്ച് ഉപ്പിടാം. ഇനി അടുത്ത പൂരിയുടെയാണ് ചെയ്യാൻ പോകുന്നത്. ഒരു പാത്രം വെക്കാം. ഫൈനൽ പൊസിഷനിലെത്തിയോ? എന്തെങ്കിലുമൊക്കെ തീരുമാനത്തിലൊക്കെ ആയി? ഇനി പൂരിയുടെ ഏതും കൂടി ചെയ്താൽ രണ്ടെണ്ണം കഴിഞ്ഞു. ഇതാണോ ഒരെണ്ണം? ഇടിയപ്പം. ഇതെന്താ? പുട്ട്. പുട്ടൊക്കെ ഈ അവസ്ഥയായില്ലേ? നമുക്ക് ഈ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. ഞാനെല്ലാം നെയ്യിലാണ് പരീക്ഷണം. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറുതായി മുറിച്ച് വെച്ച ക്യാരറ്റും ബീൻസും കൂടെ ചേർക്കാം. ക്യാരറ്റ് ഒരുപാട് വേവണ്ട, അതിൻ്റെ ഒരു പച്ച മണമൊന്ന് പോയി കിട്ടിയാൽ മതി. നമുക്കിനി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൂരി ഇട്ട് കൊടുക്കാം. ഉപ്പിടാം കുറച്ച്. രണ്ട് മുട്ട പൊട്ടിച്ച് വയ്ക്കും. ഇതിലേക്ക് കുറച്ച് കുരുമുളക് ചേർക്കും. മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർക്കാം. ഇപ്പം ഞാനുണ്ടാക്കിയ 3 ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ റൗണ്ടിൽ പുട്ടും ഇടിയപ്പവും പിന്നെ പൂരിയും വെച്ചിട്ട് ഞാൻ 3 ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിന് 3-ന് എന്ത് പേരിടണമെന്ന് എനിക്കറിയത്തില്ല. ഇതിന് പേരുണ്ടോയെന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് ജഡ്ജസിന് മുമ്പിൽ പ്രശ്നം. കണ്ടു, മനസ്സിലായി. പേരൊന്നും അറിഞ്ഞുകൊണ്ടെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ. തുടങ്ങിയാലോ? എവിടെ നിന്ന് തുടങ്ങണം? പുട്ട്. ഓക്കെ, ഇതാണോ സ്വീറ്റാണ്? അവസാനത്തേക്ക് വെക്കാം. പൂരി. പൂരി, ക്രഷ്ഡ് പൂരി.
പൂരി കഷ്ടമാണ്. അത്ര പോലെ കുഴപ്പമില്ല, ദുഃഖിക്കണ്ട. ക്രഷ് ചെയ്തപ്പോൾ ഇതെന്താണ്? വ്യത്യാസമായി. ഇത് ഉപ്പുമാവ് മസാല അല്ലേ? അല്ല സോറി, എന്താ ഇടിയപ്പം മസാല. അയ്യോ അതെ നല്ലതാണ്, പക്ഷെ ഒരു എരിവ് വളരെ കൂടുതലാണ്. മുളക് ഇട്ടപ്പോൾ തെറ്റിയോ? മുളക് പൊടി ഇല്ല, ഞാൻ കുരുമുളക് പൊടിയാണ് ചെയ്യാം. കുരുമുളക് പെപ്പർ പൗഡർ. കൂടുതലും പെപ്പറാണോ ചേർത്തത്? പെപ്പർ പൗഡർ. കളറിന് വേണ്ടിയിട്ട് കുറച്ച് എരിവ് വളരെ കൂടുതലാണ്. മറ്റേ വേഗം കഴിച്ചോളൂ, സ്വീറ്റ്. സ്വീറ്റാണ്, നമുക്ക് പെട്ടെന്ന് കഴിക്കാം. പുട്ടും പാലും പഞ്ചസാരയും മിൽക്ക് മെയ്ഡ് വേടും കൂടി ഏലക്ക. കുഴച്ചതെടുത്ത് നമ്മൾ കഴിക്കുന്ന ഒരു സംഭവം. നത്തിങ് ഗ്രേറ്റ്, എന്നാലും കുഴപ്പമില്ല. ആരോമലിൻ്റെ കഷ്ടപ്പാടുകൾ ഇങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുത്തു അല്ലേ? എനിവേ താങ്ക് യു.